art of living is here. Sadhana is to make you feel empowered in any situation and bring you the ability to be able to smile and to be happy in all circumstances, come what may. Yeah? Follow all the steps. There are so many levels of programs. Follow every one of them. Don't think you do basic course once and said, oh, I have done it. No, happiness program should be repeated couple of times. Similarly, advanced course, many people think, oh, I have done once, oh, I know it, done. That is the most dangerous thing. When you think you know it, once you do meditation and think, oh, I have done it, I know it. No. Every time you do, it is something new. And you explore deeper and higher and greater. Yeah, so we must repeat it. It's almost like you can't say, I have eaten food once last month and that's enough. No. Like food you have to eat every day. In the same way, sadhana also and knowledge also, you must keep listening to it again and again. ജയ് ഗുരുദേവ്. ഇപ്പൊ ഗുരുദേവന്റെ അടുത്ത് ചോദിക്കുകയാണ്, ജീവിതത്തില് പല പല കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുകയെന്ന്. അപ്പൊ ഗുരുദേവൻ പറയണ, അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ എപ്പോഴും പറയണേ നിങ്ങളോട് സാധന ചെയ്യാനായിട്ട്. സാധന ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമുക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ എനർജി ഒരിക്കലും ലോ ആവില്ല, നമ്മുടെ മുഖത്തെ ആ പുഞ്ചിരി ഒരിക്കലും ആയില്ല. പിന്നെ അദ്ദേഹം പറയണ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യണമെന്ന്. അതായത് ഹാപ്പിനെസ് പ്രോഗ്രാം ഒരിക്കൽ ചെയ്തു എന്ന് വെച്ചിട്ട് നിർത്തരുത്. കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഉള്ളിലേക്ക് വരും. പല പല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് സൈലൻസ് പ്രോഗ്രാമും. ഇപ്പൊ ഗുരുജി പറയാ, സൈലൻസ് പ്രോഗ്രാം ഒരിക്കൽ ചെയ്താൽ കുറേ പേര് പറയാം, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ ഒരിക്കൽ ചെയ്ത അതല്ലേ എന്ന്. അങ്ങനത്തെ ചിന്താഗതി വളരെ മോശമെന്ന് പറയാം, അപകടകരമാണ്. അങ്ങനെ ചിന്തിക്കരുത്. എത്രമാത്രം ആവർത്തി നമ്മൾ മൗനത്തിൽ പോകുന്നു അത്രയും നമുക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ജ്ഞാനം കേട്ടോണ്ടേയിരിക്കണം. ഒരിക്കൽ കേട്ടാൽ പോരാ, പലതവണ കേൾക്കുമ്പോൾ കുറേ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുക. ആദ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പുറമേയുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് സാധനയും കൃത്യമായിട്ട് ചെയ്യുക. ഇത് നമ്മൾ കേൾക്കുമ്പോൾ, ഗുരുജിയുടെ ടോക്സ് കേൾക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മുടെ ഉള്ളിലത്തെ ശക്തി നമ്മളെ വിട്ടു പോകില്ല. ആ ഉള്ളിലത്തെ ആ കരുത്ത് നമുക്ക് വലിയൊരു കവചമായിട്ട് മാറും. അതുകൊണ്ടാണ് സാധന, പിന്നെ നോളജ്, വിസ്ഡം, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം പറയണം.